അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ നാടൻ കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിമ്പിൾ ഉച്ചയൂണിൻ്റെ റെസിപ്പീസ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചോറ് വെക്കാനായിട്ട് അരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇതുപോലെ മരച്ചീനി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു സൈസിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കുക്കറിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് ഈ ഒരു മരച്ചിനി മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ കുക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഒരു 3-4 വിസിൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. കാരണം നല്ല ഉടഞ്ഞ മരച്ചിനി കേട്ടോ ഇവിടെ ഇഷ്ടമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 വിസിൽ കേൾക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ മരച്ചിനീനെ പല സ്ഥലത്ത് പല പേരുകളാണ് പറയുന്നത്. പൂള, കപ്പ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതിനെ മരച്ചിനി എന്നാട്ടോ പറയുന്നത്. അങ്ങനെ ഇത് 3-4 വിസിലൊക്കെ വന്ന സമയത്ത് നല്ല രീതിയിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇളക്കാനുള്ള പാകത്തിന് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിനെ ഉടച്ചിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാൻ 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഒരു 3 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഉടച്ച ആ ഒരു മരച്ചിനി ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു അരപ്പ് തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അരപ്പ് ഒന്ന് ചൂടായി വരണം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി ഈ അരപ്പൊക്കെ നല്ല രീതിയിൽ ചൂടായി മരച്ചിനിയിൽ നല്ലപോലെ യോജിക്കണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടി അറിയിക്കുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ ചൂടായി നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മരച്ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാട്ടോ. അപ്പോൾ അതിനായിട്ട് ബീട്രൂട്ടിനെ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുക്കാക്കി എടുക്കണമെങ്കിൽ അതും ചെയ്യാവേ. അപ്പോൾ അതൊന്ന് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ആ ഒരു ബീട്രൂട്ടിൻ്റെ പീസസും പിന്നെ ആ ബീട്രൂട്ട് കുക്കായ ഒരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകൊക്കെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് തൈര് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് നന്നായിട്ട് അടിച്ച് എടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബീട്രൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് ഇതുപോലെ അടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പം അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഇനിയിപ്പം വറവിട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബീട്രൂട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് തിളച്ച് വരാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയേ. അതിന് ശേഷം അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ. ഇനിയിപ്പം ഫിഷ് കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം നമുക്ക് ഐക്കൂറ മീനും അയല മീനുമാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഐക്കൂറ നമ്മൾ കറി വെക്കുന്നുണ്ട്. പിന്നെ അയലയും പിന്നെ കുറച്ച് ഐക്കൂറയും ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് ഉലുവ, ഒരു 3-4 ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് അരച്ചെടുത്തിട്ട് മീനിൻ്റെ പീസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പം ഇനിയിപ്പം അതൊന്ന് കുക്കാക്കാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫിഷ് കറിയും ഈ പച്ചടിയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളൊക്കെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫിഷും കൂടി ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് അയലയും പിന്നെ കുറച്ച് കിങ് ഫിഷിൻ്റെ പീസും കൂടി ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട്.
ഇനി തോരനായിട്ട് ഞാൻ ക്യാബേജ് കട്ട് ചെയ്തതും പിന്നെ അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും സവോളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ക്യാബേജ് വേവാനായിട്ട് ഒരല്പം വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ തീയിൽ അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് 2 പിടി തേങ്ങ ഇതുപോലെ ചേർക്കുന്നുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, 2 പച്ചമുളക് തന്നെ കേട്ടോ ചേർക്കുന്നത്, 2 പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു അരപ്പ് ഈ നമ്മുടെ ക്യാബേജ് കുക്കായി വരുന്ന സമയത്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരപ്പൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പം വെള്ളമൊക്കെ പോയി കുക്കായതിന് ശേഷം ഈ ഒരു അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഇതൊന്ന് നല്ല ഡ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി കൊടുക്കണേ. അങ്ങനെ അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഓരോ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.